നമ്മുടെ നാട്ടിലെ ചില ആൾക്കാരുടെ കാര്യമൊന്നും പറയാതിരിക്കുന്നതാണ് ഭേദം. പറയാൻ പോകുന്നതേ, ട്രെയിനിലെ ശുചിമുറിയിൽ ഒരു യുവതിയുടെ ഫോൺ നമ്പർ എഴുതി വെച്ചു. അങ്ങനെ ഒരു പരാതി വന്നിട്ടുണ്ട്. മലപ്പുറം വളാഞ്ചേരി സ്വദേശിനിയുടെ നമ്പറാണ് എഴുതി വെച്ചത്. അജ്ഞാതനായ യാത്രക്കാരൻ വിളിച്ചപ്പോഴാണ് ട്രെയിനിലെ ശുചിമുറിയിൽ തന്റെ നമ്പർ എഴുതിയിട്ടെന്ന കാര്യം യുവതി അറിയുന്നത് പോലും. കിട്ടിയ നമ്പർ അപ്പൊ വെറുതെ അടിച്ചു നോക്കിന്ന് മാത്രം, വിളിച്ചിട്ടില്ല. അടിച്ചിട്ടുള്ളൂ. ആരെ തന്ന നമ്പർ? അവിടെ ബാത്റൂമിൽ ആരോ എഴുതി വെച്ചിരിക്കുക. ഈ ബാത്റൂമില് ട്രെയിനിന്റെ മറ്റേ കണ്ണൂർ ഏ ട്രെയിനാണ്? മെമ്മോ. മെമ്മോ എന്ന്? ഇന്ന് രാവിലെ കണ്ടയാണ്. സ്ത്രീ കമ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ, ലേഡീസിന്റെ, എന്താണ്? അതിന്റെ തൊട്ട മുന്നിലുള്ള കമ്പാർട്ട്മെന്റിന്റെ ബാത്റൂമിലാണ് ഇത് എഴുതി വെച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെ നിങ്ങൾ പറയട്ടോ, സ്ത്രീകളുടെ കമ്പാർട്ട്മെന്റിന്റെ നേരെ മുമ്പിലല്ലേ? നേരെ തൊട്ടപ്പുറത്തുള്ളത്. പറയട്ടോ. ആകട്ടെ. നിരന്തരം അശ്ലീല ഫോൺ കോളും സന്ദേശവും ഫോണിലേക്ക് വരികയാണെന്നും ജീവിതം പൊറുതിമുട്ടിയെന്നും വളാഞ്ചേരി സ്വദേശിനിയായ പരാതിക്കാരി പറയുന്നുണ്ട്. നമ്പർ കിട്ടി വെച്ചു. അപ്പം എൻ്റെ അടുത്ത് അറിഞ്ഞു, സോറി ഞാൻ പറഞ്ഞ കേക്ക്, എനിക്ക് ഇങ്ങനെ ട്രെയിനിൽ നിന്ന് നമ്പർ കിട്ടി. ഏത് ട്രെയിനിൽ നിന്ന് ചോദിച്ചു. അപ്പം എൻ്റെ അടുത്ത് കണ്ണൂർ ഷൊർണൂർ മെമോ ട്രെയിനിൽ നിന്ന് പറഞ്ഞു. പിന്നെ ലേഡീസ് കമ്പാർട്ട്മെൻറ്റ് നേരെ ബാക്കിലുള്ള കമ്പാർട്ട്മെൻറ്റിൽ ശുചിമുറിയിലുണ്ട് നിങ്ങളുടെ പേരും നമ്പറും അശ്ലീല കമൻറ്റും എഴുതി വെച്ചിട്ട് പറഞ്ഞു. മുമ്പ് ഇങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നു, ഇതിൻ്റെ കേസൊക്കെ നടക്കുന്നുണ്ട്, കണ്ണൂർ റെയിൽവേ നടക്കുന്നുണ്ട്. ശാന്തകുമാർ വള്ളാലത്തുണ്ട് കോഴിക്കോട് നിന്ന്. മലപ്പുറത്ത് നിന്ന്. ശാന്തകുമാർ, ഈ വല്ലാത്ത ബുദ്ധിമുട്ടിലായിരിക്കും അവരെ. കാരണം ട്രെയിനിൽ നിന്ന് കിട്ടുന്ന നമ്പറാണ്. സാമൂഹ്യ വിരുദ്ധരൊക്കെ വിളിച്ച് ശല്യം ചെയ്യുന്നുണ്ടായിരിക്കും. എന്താണിപ്പോൾ പരാതിയുമായിട്ടുള്ള പരാതി നൽകിയോ? എന്താണ് അപ്ഡേറ്റ്? പ്രയാസത്തിലും ബുദ്ധിമുട്ടിലും തന്നെയാണ് ഈ വളാഞ്ചേരി സ്വദേശിയായ ഈ യുവതി. കാരണം അവരുടെ നിരന്തരം ഫോണിൽ വിളിക്കുന്നു. കഴിഞ്ഞ ഫോൺ കോളുകൾ വന്നു. അതിനു മുമ്പ് കഴിഞ്ഞ മാർച്ച് മാസത്തിന് സമാനമായ അനുഭവം ഉണ്ടായിരുന്നു. അന്നും പോലീസിൽ പരാതി നൽകിയതാണ്. പക്ഷെ ആ പരാതിക്ക് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്ന് അവർ പറയുന്നുണ്ട്. ഇപ്പോൾ പുതുതായി ഇപ്പൊ ഈ കണ്ണൂർ ഷൊർണൂർ മെമു ട്രെയിനിൽ ബാത്റൂമിൽ എഴുതി വെച്ചതിനെ തുടർന്നുണ്ടായ ഫോൺ വിളിയെ തുടർന്ന് വീണ്ടും പരാതി നൽകിയിരിക്കുകയാണ്. ഇപ്പോൾ മലപ്പുറം SP പരാതി നൽകിയിട്ടുണ്ട്. അപ്പോൾ വിശദമായി അന്വേഷിക്കാം എന്ന് തന്നെയാണ്. ആദ്യത്തെ സംഭവം അല്ലെങ്കിൽ ഇവർക്ക് ആരെങ്കിലും സംശയമുണ്ടോ? ചിലപ്പോൾ ഒരുപക്ഷെ ഇവരെ ആരെങ്കിലും ടാർഗറ്റ് ചെയ്യുന്നതായിട്ടൊക്കെ സംശയമുണ്ടോ? അവരെ നേരത്തെ കഴിഞ്ഞ മാർച്ച് മാസത്തിൽ അവരുടെ ഫോൺ നമ്പർ എഴുതി വെച്ചത് മറ്റൊരു സ്ത്രീയാണ്, ഇവരോട് വൈരാഗ്യമുള്ള ഒരു സ്ത്രീയാണ് എന്നൊരു സംശയമുണ്ട്. പക്ഷെ അതിന് വ്യക്തത വരണമെങ്കിൽ പോലീസിന്റെ അന്വേഷണത്തിലൂടെ മാത്രമേ വ്യക്തത വരുള്ളൂ. അവരുടെ ഫോൺ നമ്പറും ഇല്ലെങ്കിൽ അവരുടെ ഈ കയ്യെഴുത്ത് ഉൾപ്പെടെയുള്ള പരിശോധന നടത്തേണ്ടതുണ്ട്. അതൊന്നും പോലീസ് നടത്തിയില്ല എന്നുള്ള പരാതി അവർക്കുണ്ട്. പക്ഷേ ഇപ്പോൾ പോലീസ് ആ കാര്യത്തിൽ ഗൗരവമായി തന്നെയാണ് കാണുന്നത്. എന്തായാലും വിശദമായി പരിശോധിക്കാനും ഇത് എഴുതി വെക്കുന്നവരെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് ഉള്ളത്. വളരെ പ്രയാസം നേരിടുന്നുണ്ട് എന്നുള്ളത് അവരുടെ വാക്കുകളിൽ നിന്നും വ്യക്തമാണ്. കാരണം നിരന്തരം ഫോൺ കോളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് പല വിധത്തിലുള്ള അശ്ലീല സ്വഭാവത്തോടു കൂടി തന്നെയാണ് അത്തരം ഫോൺ കോളുകളും വരുന്നത്. എന്തായാലും പോലീസ് ഇപ്പോൾ ആ കാര്യത്തിൽ വളരെ ഗൗരവത്തിൽ അന്വേഷിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. സേതു. ഓക്കെ ശാന്തകുമാർ, ഈ ഒരു സമയം എന്നൊക്കെ പറഞ്ഞാൽ ഈ ഒരു കാര്യം ശുചിമുറിയിലെ ട്രെയിനിന്റെ ശുചിമുറിയുടെ സൈഡിൽ നിന്ന് ഈ നമ്പറൊക്കെ കിട്ടി വിളിക്കുന്ന സാമൂഹ്യ വിരുദ്ധരൊക്കെ എടുത്ത് എപ്പോഴും ഫോൺ വിളിച്ച് ശല്യം ചെയ്യുന്നുണ്ടാകും. വല്ലാത്തൊരു മാനസികാവസ്ഥയൊക്കെ ആയിരിക്കും. ഇത് ആരാ വിളിക്കുന്നതെന്ന് അറിയാൻ പറ്റില്ല. ഫോൺ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ വൃത്തികേടൊക്കെ പറയുന്ന മനുഷ്യന്മാരൊക്കെ ആയിരിക്കും. ഈ പോലീസുകാർ ഈ വിഷയത്തിൽ ഇത് കുറച്ച് പ്രശ്നമാണ്. കാരണം നടപടിയിലേക്കൊക്കെ ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ എത്തുന്നത് ഭയങ്കര ബുദ്ധിമുട്ട്. ഒരുപാട് നമ്മൾ കയറി ഇറങ്ങി നടക്കണം ഒരു നടപടിയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിച്ചേരണമെങ്കിൽ.